ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് റീഫ് എന്ന പെർഫ്യൂമാണ്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഹൗസാണ് റീഫ്. അപ്പോൾ റീഫ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹൗസാണ്. ഇതൊരു ഡിസൈനർ ഹൗസ് അല്ല, ഒരു നീഷ് ഹൗസാണ്. ക്ലോൺ ഹൗസും അല്ല, ക്ലോൺ പെർഫ്യൂംസ് ഇറക്കുന്ന ബ്രാൻഡും അല്ല. റീഫിന് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ട്. അവർക്ക് സൗദി അറേബ്യ, ഖത്താർ, അബുദാബിയിലൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ പെർഫ്യൂംസ് ഉണ്ട്, റീഫ് 33. അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ കാലാവസ്ഥ അറൗണ്ട് ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ഫീൽസ് ലൈക്ക് 42 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ചൂട്, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂട്. 5 മിനിറ്റ് പോയിട്ട് വന്ന് കരുവാളിച്ച് പോകും, അതുപോലത്തെ ചൂട്. അപ്പോൾ ഇക്കൂട്ടത്തിൽ ചൂടത്ത് ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂം ഏതുകൊണ്ടെന്നാണ് നോക്കിയത്. കൂട്ടത്തിൽ കണ്ടതാണ് റീഫ് സമ്മർ യെല്ലോ. ഒരു 2-3 പെർഫ്യൂം വാങ്ങി ചൂടത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ, സമ്മർ സീസൺ ഉപയോഗിക്കാൻ പറ്റുന്ന, ഡേ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 2-3 പെർഫ്യൂം ഞാൻ ഓർഡർ കൊടുത്തു. അപ്പോൾ ആദ്യം ഞാൻ റിവ്യൂ ചെയ്യാൻ കരുതി ഈ ഒരു പെർഫ്യൂമാണ്. കാരണം റീസെൻ്റ്ലി ഇതാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തത്. ഇപ്പോൾ റീഫ് സമ്മർ ഈ പെർഫ്യൂം ഒരു അടിപൊളി പെർഫ്യൂമാണ്. കാരണം ഞാനത് പറയാം. ഇതിൻ്റെ പാക്കേജിങ് കണ്ണിന് ഒരു കുളിർമ തരുന്ന ഒരു ബ്രൈറ്റ് യെല്ലോ സിട്രസി ടൈപ്പ് പാക്കേജിങ് കൊടുത്തിരിക്കുന്നത്. തുടക്കത്തിലേ പറയാം, ഇതൊരു ചീപ്പ് പെർഫ്യൂം അല്ല. 8500 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിലയുണ്ട്. ചീപ്പ് പെർഫ്യൂം അല്ല. മോണ്ടാലെ, മാൻസെറ പോലുള്ള നീഷ് പെർഫ്യൂമായിട്ട് കിളപിടിക്കുന്ന റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിലയുള്ള പെർഫ്യൂമാണത്. നിങ്ങൾ സൗദി അറേബ്യ ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ചാടി കയറി നമ്മൾ അഫ്നാനും അല്ലെങ്കിൽ റൈഹാൻ പോലെ അങ്ങനെയുള്ളൊരു ഹൗസ് അല്ല. അത്യാവശ്യം വിലയുണ്ട്. ഓക്കെ, ഇനി പാക്കേജിനെ കുറിച്ച് പറയാം. പാക്കേജിങ് നല്ലൊരു പാക്കേജിങ് ആണ്. ഒരു നീണ്ട എലോഗേറ്റഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കോൺസെൻട്രേഷൻ വരുന്നത് ഇവിടെ കൊടുത്തിട്ടില്ല, എക്സ്ട്രേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പെർഫോമൻസ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, കയ്യിലുള്ളത് 100 ml ബോട്ടിലാണ്. ഇതാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. ഇവിടെ സമ്മർന്ന് കൊടുത്തിട്ടുണ്ട്. പെർഫ്യൂം കോൺസെൻട്രേഷൻ, പെർഫ്യൂമാണ് കോൺസെൻട്രേഷൻ വരുന്നത്. ബോട്ടിൽ ഒരു സിമ്പിൾ ബോട്ടിൽ ഡിസൈൻ. ക്യാപ്പ് ഒരു മെറ്റൽ ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രൊഫൈൽ പറയാം. പ്രൊഫൈൽ ടോപ്പ് പ്രൊഫൈൽ എന്ന് പറയുന്നത് വാനില, വൈറ്റ് ഫ്ലോറൽ, സിട്രസ്, സ്വീറ്റ്, ഫ്രൂട്ടി, പൗഡറി, അനിമലിക്, സോഫ്റ്റ്, സ്പൈസി, സോപ്പി. ഇനി ടോപ്പ് നോട്ടിൽ ഓറഞ്ച് ബ്ലോസം, മിഡിൽ നോട്ടിൽ ബ്ലാക്ക് കറന്റ്, ബേസ് നോട്ടിൽ വാനില. വെറും 3 നോട്ട്. ഓറഞ്ച് ബ്ലോസം, ബ്ലാക്ക് കറന്റ്, വാനില. ട്രൈ ചെയ്യാം. നല്ല സ്പ്രെയർ, പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ്. വൈറ്റ് ഫ്ലോറൽ, യെല്ലോ ഫ്ലോറൽ, സമ്മർ സീസൺ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിട്രസി ഓപ്പണിംഗ്. നല്ല ബ്ലാക്ക് കറന്റിൻ്റെ മണമുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ടി, വാനില. ഈ 3 നോട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. ടോപ്പ് നോട്ടിൽ തന്നെ ഓറഞ്ച് ബ്ലോസവും ബ്ലാക്ക് കറന്റും വാനിലയും ചേർന്നൊരു മണം. ഇതിന് YSL ലിബ്രെ ലെ പെർഫ്യൂം. ഈ ലിബ്രെ ലെ പെർഫ്യൂമിന് ഒരു ഡാർക്ക് ചുവയുണ്ട്. പക്ഷേ ആ ഒരു ഡാർക്ക് നോട്ടൊക്കെ മാറ്റി കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട്, കുറെ കൂടി എനർജി തരുന്ന, കുറെ കൂടി ഫ്രഷ് ആയിട്ട്, കുറച്ചുകൂടി റിഫ്രഷിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ലോണാണെന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു പ്രൊഫൈലിൽ വരുന്ന ഒരു സ്മെല്ല്. സോ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. YSL ലിബ്രെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തരംഗമായ പെർഫ്യൂമാണ്. ഒരുപാട് ലേഡീസിൻ്റെയൊക്കെ ഇപ്പോഴും സിഗ്നേച്ചർ പെർഫ്യൂമായി YSL ലിബ്രെ. ഞാനും പറയുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടൊരു പെർഫ്യൂമാണ്. നിങ്ങൾ അത് വാങ്ങണ്ട, പകരം ഇത് വാങ്ങിയാൽ മതി. കാരണം അതിന് അല്പം ഒരു ലിബ്രയിലെ പെർഫ്യൂമിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അതിന് അല്പം ഒരു ചെറിയൊരു ഡാർക്ക് നോട്ടുണ്ട്. പക്ഷേ ഇവിടെ അതൊക്കെ പരിഹരിച്ച് വളരെ വളരെ എലഗൻ്റ് ആയിട്ട്, സ്റ്റണ്ണിങ് ആയിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യണം. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന പെർഫ്യൂം. ഓപ്പണിങ്ങിൽ യെല്ലോ ഫ്ലോറൽ നോട്ട് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ഫ്ലോറൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തൊടിയിലൊക്കെ ഇവിടെ എന്താ പറയുക, വിരിഞ്ഞ് നിൽക്കുന്ന മഞ്ഞ നിറത്തിലെ പൂക്കൾ, വെള്ള നിറത്തിലെ പൂക്കൾ. അതോടൊപ്പം തന്നെ ബ്ലാക്ക് കറന്റ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടുള്ളതാണ് ബ്ലാക്ക് കറന്റ്. ഒരു ഫ്രൂട്ടി, ജാമി, സ്വീറ്റ്, ഫ്രൂട്ടി, ബെറീസിൻ്റെ സ്മെല്ലുള്ള ബ്ലാക്ക് കറന്റ് നോട്ട്. ഡ്രൈ ഡൗണിൽ വരുന്നത് നല്ല വാനില, നല്ല ക്രീമി സ്വീറ്റ് വാനില. സ്മോക്കി വാനില അല്ല, സ്വീറ്റ് വാനില. നമുക്ക് സ്മെല്ല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വാനില. ചില വാനില, സ്മോക്കി വാനില എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇതിൽ വളരെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള, പകൽ സമയത്ത്, ഉച്ച സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വീറ്റ് വാനില സ്മെല്ലാണ് ചേർത്തിരിക്കുന്നത് ഡ്രൈ ഡൗണിൽ. പക്ഷേ ഓപ്പണിങ്ങിൽ കൊടുത്തിരിക്കുന്ന നോട്ട് ഫിനോമിനലാണ്. ആ ഒരു ബ്ലാക്ക് കറണ്ടും വൈറ്റ് ഫ്ലോറൽ, യെല്ലോ ഫ്ലോറലൊക്കെ ചേർന്ന് വരുന്ന ഫ്രൂട്ടി സ്വീറ്റ് പെർഫ്യൂം. പ്രത്യേകിച്ച് ഹൈ ഹീറ്റിൽ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് ഈ വർക്ക് നടത്തിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത മണം. മെയിനായിട്ട് ഫ്ലോറൽ, ഫ്രൂട്ടി, ഫ്രഷ്. ഇത് 3 കാറ്റഗറി പെട്ട ആളുകളുണ്ടല്ലോ. ഫ്ലോറൽ സ്മെൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫ്രൂട്ടി സ്മെൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫ്രഷ് സ്മെൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. 3 കൂട്ടർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള, തലകുത്തലില്ലാത്തത്, അല്ലെങ്കിൽ ഷാർപ്പ് അല്ലാത്തത്, അല്ലെങ്കിൽ ഡാർക്ക് നോട്ട് അല്ലാത്തത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം. പക്ഷേ ഈ മണം അല്പം യൂണീക്കാണ്. YSL ലിബ്രെ പെർഫ്യൂം, ലിബ്രെ സീരീസ് നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഇത് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് കറന്റ് നോട്ടും വൈറ്റ് ഫ്ലോറലും യെല്ലോ ഫ്ലോറലും വാനിലൊക്കെ ചേർന്ന് വരുന്ന ഒരു അടിപൊളി ഒരു പെർഫ്യൂം. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു DNA ആണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 മണിക്കൂറൊക്കെയാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി. ഭയങ്കര പെർഫോമൻസ് ഉണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ കണ്ടാൽ മതി. ഫാരൻഡയിലൊക്കെ ജസ്റ്റ് നോക്കുക. നല്ല പെർഫോമൻസ് ഉണ്ട്, സ്ട്രോങ് ആണ്. പെട്ടെന്ന് ഫേഡായി പോകുന്ന ടൈപ്പ് മണമല്ല. ലോങ്ജിവിറ്റി കൂടുതലാണ്. 8-10 മണിക്കൂർ, 10 മണിക്കൂർ, 8 അല്ല 10 മണിക്കൂർ, 9-10 മണിക്കൂർ. യെസ്, 9-10 മണിക്കൂറാണ് ലോങ്ജിവിറ്റി.
പിന്നെ പ്രൊജക്ഷൻ ആദ്യത്തെ 3-4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 സ്പ്രേ മതി. ഓഫീസിൽ അടിക്കുക, വെയിലത്ത് പോകുമ്പോൾ അടിക്കുക, രാവിലെ ഓഫീസിൽ ഇറങ്ങുന്ന സമയത്ത്, ഓഫീസിൽ എത്തുന്ന സമയത്ത്, കയറി ചെല്ലുന്ന സമയത്ത് അടിക്കുന്നതായിരിക്കും നല്ലത്. അത് വേറെ കാര്യം. രാവിലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കല്യാണം, രാവിലെയുള്ള ചടങ്ങുകൾ, ആഘോഷം, ക്ലബിങ്, പാർട്ടി, നൈറ്റ്, അങ്ങനെ എന്ന് വേണ്ട ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാം. ഇതൊരു ഏത് സാഹചര്യത്തിലും, ഏത് കാലാവസ്ഥയിലും, ഏത് പരിപാടിയിലും ഉപയോഗിക്കാൻ പറ്റും. കോളേജിൽ പോകുമ്പോൾ അടിക്കാൻ പറ്റും, സൂപ്പറായിരിക്കും. അപ്പം ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിൽ അടിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂം. ഇത് യൂണിസെക്സ് ആണ്. ലേഡീസ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂം. നിങ്ങളുടെ വാർഡ്രോബിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു പെർഫ്യൂം നിങ്ങൾ വാങ്ങണം. ട്രൈ ചെയ്തിട്ടേ വാങ്ങാവൂ. എൻ്റെ അഭിപ്രായം മാത്രം നിങ്ങൾ കേട്ടിട്ട് എടുക്കരുത്. പക്ഷേ ഞാൻ ജെന്യൂനായിട്ട് പറയാൻ, നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു ഫ്രഷ്, ക്ലീൻസ്, ഫ്രൂട്ടി, സ്വീറ്റ് എല്ലാം ഒരു പെർഫ്യൂം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പെർഫ്യൂം. ഒരു ഫുൾ ഹാപ്പിനെസ് തരുന്നൊരു മണം. ആദ്യത്തെ സ്പ്രേ തന്നെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുന്ന ഒരു മണം. ലിബ്രെ ലേ പെർഫ്യൂം അല്ലെങ്കിൽ ലിബ്രെ സീരീസ് നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഈ ഒരു പെർഫ്യൂം. പെർഫോമൻസ് അതിനേക്കാൾ ഒരുപാട് പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സീസണിൽ വെയിലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ്, ഫ്രൂട്ടി, ഫ്ലോറൽ, ഫ്രഷ്, യുണീക്ക് പെർഫ്യൂമാണിത്. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യേണ്ട പെർഫ്യൂം. ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്കൊരു പിക്നിക്, സമ്മർ വെക്കേഷൻ, അതുപോലെ തന്നെ തെളിഞ്ഞ ആകാശം, മുടർന്നു നിൽക്കുന്ന പൂക്കൾ, ഒരു ഫെസ്റ്റിവൽ മൂഡ്, ഹാപ്പിനെസ് തരുന്ന ഒരു മണം, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തി ഈ പെർഫ്യൂമൊക്കെ അടിച്ച് കൂട്ടുകാരുമായിട്ട് പുറത്തു പോകുന്നതും, രാവിലെ തന്നെ സിനിമയ്ക്ക് പോകുന്നതും, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്നതും, കാറിലൊരു ട്രിപ്പ് പോകുന്നതും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒരു ഹാപ്പിനെസ് തരുന്നൊരു മണം. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഒരു പുഞ്ചിരി തരുന്നൊരു മണം. സോ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വർത്തിയായിട്ടുള്ള പെർഫ്യൂം. ഈ വർഷം വാങ്ങിയതിൽ നല്ലൊരു പെർഫ്യൂമാണ് റിഫ് സമ്മർ.